ഒരു കാർ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അതാണ് ഇത്ര. റെഡ് മാരുതിയുടെ കാറാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. എയർ ബാഗൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ആൾ സേഫ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ സ്ഥലത്തേക്ക് വിടാം. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ്. അതായത് കോട്ടയം വഴി ആലപ്പുഴയിലേക്ക്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ തോന്നുന്നു. എൻ്റെ സ്ഥലം എറണാകുളത്താണ്. അപ്പം എൻ്റെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോർമലി ഞാൻ ട്രിപ്പ് പോകുമ്പോൾ മെയിൻ റോഡിലൂടെ അധികം പോകാറില്ല. മെയിനായിട്ടും ചെറിയ വഴികൾ, നല്ല തണലുള്ള വഴികൾ, അതിലൂടെയൊക്കെ പോകാനാണ് എനിക്കിഷ്ടം. എൻ്റെ ഏരിയ എന്ന് പറയുന്നത് കുഴുവേലിപ്പടിയാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്തു ട്രിപ്പ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പിടിക്കേണ്ടത് പൂക്കാട്ടുപടി റോഡാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു ചെറിയ ഷോർട്ട് കട്ട് വഴി ഞാൻ വിട്ടു. ഈ റോഡിൻ്റെ പണി നടക്കുവാണ്. നമ്മൾക്കിന്നെ ഓഫ് റോഡാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇതിലൂടെ പോകുന്നതാണ് പ്രത്യേകിച്ചൊരു നല്ല രസം. ഈ വഴി കൊള്ളാം, നല്ല രസമുണ്ട്, ഒരു നാടൻ വൈബുണ്ട്. അപ്പോൾ ഇനി മെല്ലെ ഇവിടുന്ന് പൂക്കാട്ട് വഴി റോഡ് പിടിക്കണം, മെയിൻ റോഡ്. സോളോ ട്രിപ്പാണ്. എനിക്ക് പിന്നെ സോളോ ട്രിപ്പല്ല, ഒരുമിച്ച് കൂടി ആരെങ്കിലും ഉള്ളതാണ് നല്ല രസം. പക്ഷെ സോളോ ട്രിപ്പ് ഞാൻ പോകാറുണ്ട്. അങ്ങനെ മെയിൻ റോഡെത്തി. പൂക്കാട്ടുപടി കിഴക്കമ്പലം റോഡാണ്. ഇനി നേരെ കിഴക്കമ്പലം എത്തി അവിടുന്ന് അടുത്ത വഴി പിടിക്കണം. ഏകദേശം 3 മണിയാകുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ മഴയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റയുടെ ലെൻസിൽ നോക്കിയാൽ മനസ്സിലാവും റെയിൻ ഡ്രോപ്സ്. അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ കോട്ടൊന്നും എടുത്തിട്ടില്ല. ചെറിയ മഴയൊക്കെ ജാക്കറ്റ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലഗേജ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. സോളോ ട്രിപ്പ് ആയതുകൊണ്ട് വീഡിയോസൊക്കെ മെയിൻ POV തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഡിഫറെൻറ്റ് വീഡിയോസൊന്നും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല. സോ ഞാൻ പോകുന്ന വഴി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കിഴക്കമ്പലത്തി. ഇനിയിപ്പം പാങ്ങോട് റോഡ് വഴി നേരെ കോലഞ്ചേരി റോഡിന് എത്തണം. സോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടികളൊക്കെ കുറവാണ്. പ്രത്യേകിച്ച് വണ്ടികളൊക്കെ കുറവുള്ള ഏരിയയിലൂടെ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് Insta360യുടെ 360 മോഡാണ്. നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 360 മോഡല്ല. 360 മോഡിലാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഏത് വ്യൂ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ റൈറ്റ് സൈഡ് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് വെക്കാം, ലെഫ്റ്റ് സൈഡ് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് വെക്കാം. ഈ റോഡ് ഇനിയിപ്പോൾ നേരെ പോകുന്നത് കോലഞ്ചേരി ഏരിയയാണ്. അവിടെ എത്തിയിട്ടുമാണ് ഇനി നമുക്ക് റൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സൗണ്ട് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഓവറാണ്. പക്ഷെ 1-2 വീഡിയോസ് കഴിയുമ്പോൾ ഞാനത് മാറ്റും. ഞാൻ ഒരു മൈക്ക് വാങ്ങുന്നുണ്ട്, അതൊന്ന് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യണം. വേറൊന്ന് ബൈക്ക് സൗണ്ടിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഡബ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു 2 വീഡിയോസ് കഴിയുമ്പോഴും ഞാനത് മാറ്റും. ഒരു പണി വന്നിട്ടുണ്ട്. ഇനി ഈ ട്രക്കിനൊന്ന് കിടക്കണമല്ലോ. നമുക്ക് സമയമുണ്ട്, നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. നമുക്ക് പെട്ടെന്ന് എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സേഫായിട്ട് ഡെസ്റ്റിനേഷനിൽ പോകാം, അത്രേ നമുക്ക് വേണ്ട. അതുകൊണ്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രം ഓവർടേക്ക് ചെയ്ത് നോക്കി പോകാം, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം സ്ട്രൈറ്റ് റോഡ് കിട്ടുന്നവരെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ കോലഞ്ചേരി എത്താറായി.
ഓക്കെ, അപ്പോൾ നമ്മൾ കോലഞ്ചേരി എത്താനായി മെയിൻ റോഡ്. റോഡെത്തി. ഇതാണ് എറണാകുളം കോലഞ്ചേരി മെയിൻ റോഡ്. ഇനിയിപ്പം നമുക്ക് റൈറ്റ് എടുക്കണം. മെല്ലെ ട്രാഫിക് നോക്കി നമുക്ക് റൈറ്റ് എടുത്തോളാം. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് മീൻപാറ വഴി പിറവത്തേക്ക് എത്തണം. അപ്പോൾ നമ്മൾ പിറവത്തേക്കുള്ള റൂട്ടിലേക്ക് നല്ല ലെഫ്റ്റ് എടുത്തു. ഇനി കുറച്ച് മെല്ലെ പോവാം, കാരണം അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് ഞാൻ എവിടെയും നിർത്തുന്നൊന്നുമില്ല, നേരെ ഒറ്റ വിടല. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ നിർത്തും, അല്ലാതെ പ്രത്യേകിച്ച് കാഴ്ചകളോ മറ്റോ അങ്ങനെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് നിർത്തുന്നൊന്നുമില്ല. ഓക്കെ, ബസ്സിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാം. ഓക്കെ, ഇനി നേരെ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ സ്ട്രെയിറ്റ് റോഡാണ് പുറത്തേക്ക്. അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കണം. ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനിപ്പോൾ മാപ്പ് യൂസ് ചെയ്യുന്നത് ബൈക്കിൽ തന്നെ ഓൾറെഡി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മാപ്പാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പ്രത്യേകിച്ച് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഫോണിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇനി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് വെച്ച് പിടിക്കാം. നമ്മളെടുത്തത് റൈറ്റ് എടുത്ത് മീൻപാറ റോഡിലേക്ക് തിരിഞ്ഞു. ഇനി ഇതുവഴി നേരെ സ്ട്രെയിറ്റ് പിറവത്തേക്ക്. അതൊക്കെ ഷോർട്ട് കട്ട് റോഡ്സാണ്, മാപ്പിൽ കാണുന്ന വഴി പോകുന്നതാണ്. മാപ്പിനെ വിശ്വസിക്കാം, അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. ഇതുപോലെ റോഡിലൂടെയുള്ള പോകും പ്രത്യേകിച്ച് എന്താ രസം എന്ന് വെച്ചാൽ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായിട്ട് നല്ല പച്ചപ്പുണ്ടാവും, മരങ്ങളും നല്ല കാറ്റുണ്ടാവും. മെയിൻ റോഡാകുമ്പോൾ നല്ല സൗണ്ടായിരിക്കും, അപ്പം നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. അതുപോലെ മുഴുവൻ വണ്ടികളായിരിക്കും. ചിലപ്പോൾ മെയിൻ റോഡിലായിരിക്കും പെട്ടെന്ന് എത്താവുന്നത്, പക്ഷെ ഞാൻ പെട്ടെന്ന് എത്താവുന്ന വഴിയിലൂടെയല്ല, നമുക്ക് കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് വഴിയായാലും ആ വഴി പോകും. ഇപ്പോൾ അത് ഓഫ് റോഡാണെങ്കിലും അങ്ങനെ ഏത് വഴിയാണെങ്കിലും ആ വഴി നമ്മൾ പോകും. പ്രത്യേകിച്ച് നമുക്ക് ജാക്കറ്റ്സും ഗ്ലൗസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സേഫാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടും ആയിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ. ഗ്ലൗ ഉള്ളതുകൊണ്ട് കൈവേദന ഉണ്ടാവില്ല, അതുപോലെ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് കാറ്റടിക്കില്ല, നടുവേദന ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്തി, മാപ്പ് ജസ്റ്റ് കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മാപ്പ് കറക്റ്റാണെങ്കിൽ നമുക്ക് ഇതുവഴി തന്നെ നേരെ വിടാം. കാരണം എപ്പോഴും വണ്ടിയിലെ മാപ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് പണി തരാറുണ്ട്. ഇതെല്ലാം കറക്റ്റാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകൾ വീഡിയോസായിട്ട് എടുത്തിട്ട് നമുക്ക് നോക്കാം. കാരണം ഈ വീഡിയോയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ എത്തേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എവിടെയും പ്രത്യേകിച്ച് നിർത്തുന്നില്ല. എന്താണോ ഞാൻ പോകുന്ന വഴി കാണുന്നത് അത് മാത്രം എടുക്കും.
സോളോ ട്രിപ്പ് ചെയ്യുമ്പോൾ ഉള്ള കംഫേർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കൂടെ ഉള്ളവർക്ക് ആ സ്ഥലത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് ഇനിയിപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്കുള്ളൂ. വേറെ സ്ഥലങ്ങളിലേക്കുള്ളൂ എന്ന് വെച്ചാൽ അവിടെ പോയിട്ടില്ല എന്നല്ല, എല്ലാ സ്ഥലത്തും മെയിൻ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള ടാർഗറ്റ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടു തീർക്കണമെന്നാണ്. നമ്മളടുത്തുള്ള സ്ഥലങ്ങൾ കാണാതെ പിന്നെ ദൂരെ കാണണം, അങ്ങനെ കാണണം, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കണ്ടു തീർക്കട്ടെ. അതാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല, പെട്രോൾ ചിലവ് മാത്രം മതി. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ജസ്റ്റ് നിർത്തി. നല്ല ദാഹമുണ്ട്. അതപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോർ ചെയ്ത കുറച്ച് വെള്ളമുണ്ട്. അപ്പം വെള്ളം കുടിച്ചിട്ട് നെക്സ്റ്റ് തുടരാം. അപ്പോൾ ഓക്കെ, ഓൾ സെറ്റ്, ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നെച്ചൂർ കടവ് ബ്രിഡ്ജാണ്. മൂവാറ്റുപുഴ പുഴയുടെ ബ്രിഡ്ജാണ് നെച്ചൂർ കടവ്. പുതിയ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. ഇനി പിറവത്തേക്ക് അധികം ദൂരമില്ല. കക്കാട് എത്തിക്കഴിഞ്ഞാൽ അടുത്ത് തന്നെ പിറവായി. ഇപ്പം മുന്നിലൂടെ പോകുന്ന വണ്ടിയിലെ പയ്യൻ നേരത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ജാക്കറ്റ്സ് ഇട്ടുകൊണ്ടായിരിക്കാം അവൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ കക്കാട് കഴിഞ്ഞു, പിറവെത്താനായി. പിറവെത്തി. ഇനിയിപ്പം മെല്ലെ റൈറ്റ് എടുത്ത് എലഞ്ഞി വഴി പിടിക്കണം. എലഞ്ഞി വഴി നെക്സ്റ്റ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു എലഞ്ഞി വഴി മോനിപ്പള്ളി MC റോഡ്. അപ്പം നെക്സ്റ്റ് ടാർഗറ്റ് നമ്മൾ MC റോഡാണ്. ഏകദേശം 4 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. കോളേജ് സ്കൂളൊക്കെ ഇവിടുന്ന് ടൈമായി. ഇനി ലെഫ്റ്റ് എടുക്കണം, പിറവം എലഞ്ഞി റോഡ്. ഓക്കെ, ഈ റോഡാണ് ഇനി നേരെ MC റോഡിന് മുട്ടുന്നത്.
ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നു. ജസ്റ്റ് മിസ്. നമുക്ക് അത്രയും സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സമാധാനമായിട്ട് മെല്ലെ പോവാം. അടുത്ത പണി വന്നു. ഈ ബസ്സാണ് ഇനി അടുത്ത പണി. ഇതേപോലെ ചെറിയ റോഡിലൂടെ പോകുമ്പോഴുള്ള പ്രശ്നം ഒന്നിതാണ്, വലിയ വണ്ടികൾ വന്നാൽ ഓവർടേക്ക് ചെയ്യാൻ നല്ല പണിയായിരിക്കും. അപ്പോൾ ബസ് നിർത്തുന്ന വരെ അല്ലെങ്കിൽ സൈഡ് കിട്ടുന്ന വരെ നമുക്ക് അതിൻ്റെ പുറകെ ഇങ്ങനെ പിടിച്ചു പിടിക്കാം. ഇനി കാറ് ആരും മാറി, ഞാൻ കുറച്ച് പുറകിലേക്ക് ഇട്ട് നമുക്ക് മെല്ലെ നോക്കാം, പറ്റുമോ നോക്കാം. സമയമുണ്ട്, പക്ഷേ എന്നാലും മഴ പെയ്യാൻ പോകുന്നുണ്ട്, അതാണ് പ്രശ്നം. മഴ പെയ്ത് കഴിഞ്ഞാൽ കോട്ട് എടുത്തിട്ടില്ല, അപ്പം ജാക്കറ്റ് നനയും. ജാക്കറ്റ് അത്യാവശ്യം പിടിച്ച് വയ്ക്കും, ചെറിയ മഴയ്ക്ക് പിടിച്ച് വയ്ക്കും. പക്ഷെ വലിയ മഴ വന്നാൽ പിടിച്ച് വയ്ക്കാൻ മടിയാണ്. അപ്പോൾ വലിയ മഴ വരുന്നതിന് മുമ്പേ നമുക്ക് എത്തണം. ഇനി മെല്ലെ കയറി പോകുന്നോ, കാരണം നമുക്ക് സമയമില്ല. ഓക്കെ, സൈഡ് വന്ന് നമുക്ക് മെല്ലെ കയറിപ്പോകാം. ഈ ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സാണ്. നല്ല സ്ഥലം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൂടെ പോകുന്ന പോലെ. പിന്നെ ചെറിയ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ടാവും, നല്ല രസമാണ്. അവിടെ എന്തൊരാൾക്കൂട്ടുണ്ടല്ലോ, ക്രെയിനൊക്കെ വന്നിട്ടുണ്ടല്ലോ. ക്രെയിനല്ല, വണ്ടി ആക്സിഡൻ്റ് ആയാൽ കൊണ്ടുപോകുന്ന വണ്ടി. ചെറിയ എന്താ ആക്സിഡൻ്റ് കാണിട്ടുണ്ടോ? മെല്ലെ പോയി നോക്കാം. കാർ ഇടിച്ചാന്ന് തോന്നുന്നു. കണ്ടിട്ട് ആൾക്ക് വലിയ കുഴപ്പമുണ്ടാകാൻ ചാൻസ് ഇല്ല. നമുക്ക് മെല്ലെ അവിടെ നിന്ന് വിടാം. ഓക്കെ, MC റോഡ് എത്തി. ഇനി ഇത് ലെഫ്റ്റാണോ റൈറ്റാണോ? ലെഫ്റ്റ് അല്ലാതെ റൈറ്റ് വഴിയായിരുന്നു കയറേണ്ടത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇനി MC റോഡ് കയറി കഴിഞ്ഞാൽ നേരെ ഏറ്റുമാനൂർ, പിന്നെ കോട്ടയം. ഏറ്റുമാനൂരൊക്കെ അത്യാവശ്യം ബ്ലോക്കുള്ള സ്ഥലമാണ് തോന്നുന്നു. കോട്ടയം, അതുകൊണ്ട് മിക്കവാറും ഞാൻ കോട്ടയം ടൗൺ വഴി പോകാൻ ചാൻസ് ഇല്ല.
ഞാൻ ചിലപ്പോൾ പുതുപ്പള്ളി വഴിയായിരിക്കും പോകുന്നത്, നോക്കാം. ട്രാഫിക് അനുസരിച്ചിരിക്കും. കാരണം ഇതിന് മുന്നേ വന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു, അത്യാവശ്യം നല്ല ബ്ലോക്കിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു. ഇരുട്ടായി തുടങ്ങി. ടൗൺ എത്തി തോന്നുന്നു. ഏത് ടൗൺ? ഇത് മിക്കവാറും ഏറ്റുമാനൂരായിരിക്കാം. ലൈറ്റൊക്കെ മെല്ലെ കുറഞ്ഞു തുടങ്ങി. മിക്കവാറും ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വ്ളോഗിങ് സ്റ്റോപ്പ് ചെയ്യും. ലൈറ്റ് ഇല്ലേ പിന്നെ ഇതിൽ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. എൻ്റെ നെക്സ്റ്റ് പ്ലാൻ ഓൾഡ് എം സി റോഡിലൂടെ ലെഫ്റ്റ് എടുത്ത് ഓൾഡ് എം സി റോഡിലൂടെ കയറിയിട്ട് പട്ടിത്താനം മണ്ണാർക്കാട് റോഡ് വഴി നെക്സ്റ്റ് പുതുപ്പള്ളി വഴി നേരെ പിടിക്കണം ചങ്ങനാശ്ശേരി. കോട്ടയം വഴി നേരെ പോകുന്നില്ല, ബ്ലോക്കായിരിക്കും മിക്കവാറും. നീ ഇവിടുന്ന് റൈറ്റ് എടുക്കണം. ഓക്കെ, റൈറ്റ് എടുത്ത് ഇനി വിടാം. ഇതുവഴി ബ്ലോക്കില്ല, ഒരു ചുവടിയും ബ്ലോക്കാണല്ലോ. ആ, നല്ല വൈബ്, സ്വന്തം നാട്ടിലെത്തിയൊരു ഫീല്. ഇനി നെക്സ്റ്റ് മണ്ണാർക്കാട് ബൈപ്പാസ് റോഡ്. ഹായ്, റൈറ്റ് സൈഡിലുള്ളവൻ കുറേ നേരം എന്നെ നോക്കുന്നുണ്ട്. ഹലോ. രണ്ടുപേരും കൂടി എന്തോ പറയുന്നത്. ആ കുട്ടിയാണെങ്കിൽ അവൻ്റെ അനിയനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി മെല്ലെ റൈറ്റ് എടുത്ത് മണ്ണാർക്കാട് വഴി വിടാം. നല്ല ഇരുട്ടായെന്ന് തോന്നുന്നു, പക്ഷെ ഇരുട്ടായാലും കാണാൻ നല്ല രസമുണ്ട് ആകാശമൊക്കെ. സമയം അത്രയൊന്നും ആയില്ല, 5 മണി അങ്ങനെ ആയുള്ളൂ. പക്ഷെ ഒരു 6-7 മണിയായ ഫീലാണിപ്പോൾ. മെയിൻ റോഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടികളുണ്ട്, പക്ഷെ ഇത്രയും വണ്ടികളുള്ളത് എനിക്കിഷ്ടമല്ല. ഞാൻ അതുകൊണ്ടാണ് ചെറിയ റോഡിലൂടെ പോകുന്നത്. പക്ഷെ
പക്ഷെ പ്രത്യേകിച്ച് വൈബുണ്ട്, നല്ലൊരു കളറുണ്ട് ആകാശമൊക്കെ. സൂപ്പർ. ഇരുട്ടായതുകൊണ്ടാണോ അറിയില്ല, നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ അധികം സമയമില്ല ആലപ്പുഴ എത്താൻ, ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും എത്തും. ഇരുട്ടായതുകൊണ്ട് തന്നെ ഞാനിപ്പം വ്ളോഗ് ഇപ്പം സ്റ്റോപ്പ് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. അത് മാത്രമല്ല ബാറ്ററിയും കുറവാണ് ഇതിൽ, പെട്ടെന്ന് ബാറ്ററി വരും, അതോ പ്രശ്നം. ഇനി തിരിച്ചു വരുമ്പോൾ ഞാൻ ആലപ്പുഴ വഴിയാണ് വരുന്നത്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ കുട്ടനാടൊക്കെ. അപ്പോൾ അതുവഴി ഞാൻ ചിലപ്പോൾ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ അതാകുമ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. അല്ല, ഇതാകുമ്പോൾ എപ്പോഴും വണ്ടി തന്നെയല്ലേ, അതാകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിർത്തിയിട്ട് സമയമുണ്ടല്ലോ തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോഗിങ് ചെയ്തിട്ട് വരാം. നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴൊരു രസം ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ ട്രിപ്പായിട്ട് പോകുന്നതല്ല, ഒരു അത്യാവശ്യം ആയതുകൊണ്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ പോകുന്നു. ഇതിപ്പോൾ ബൈപ്പാസ് റോഡിലോട്ട് കയറി ഇനി പുതുപ്പള്ളി റോഡിലേക്ക് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതുപ്പള്ളി റോഡിലോട്ട് കയറി. ഇനിയിപ്പോൾ ഒരു ഷോർട്ട് കട്ട് പിടിച്ച് നമ്മൾ ചങ്ങനാശ്ശേരി റോഡിലോട്ട്.